നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത ക്വസ്റ്റ്യൻ അസൈൻമെന്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അതിനകത്ത് കുറെ പേർക്ക് അറിഞ്ഞൂടാ, അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ ഞാൻ ചെയ്ത് കാണിക്കുക. പ്രൂവ് ദാറ്റ് സ്ക്വയർ ഓഫ് എനി പോസിറ്റീവ് ഇന്റിജർ ഈസ് ഓഫ് ദി ഫോം 5m + 1 5m + 4 ഫോർ സം ഇന്റിജർ. ആ ക്വസ്റ്റ്യന്റെ ഫസ്റ്റ് സെന്റൻസ് സ്ക്വയർ ഓഫ് എനി പോസിറ്റീവ് ഇന്റിജർ ഉണ്ട്. ചില പിള്ളേർ അത് സ്ക്വയർ ചെയ്തിട്ടില്ല. നമുക്ക് ആദ്യം അത് സ്ക്വയർ ചെയ്യണം. സ്ക്വയർ ചെയ്യുന്നതിന് മുമ്പേ ആദ്യം പോസിറ്റീവ് ഇന്റിജർ വേണം. ലെറ്റ് എ ബി എനി പോസിറ്റീവ് ഇന്റിജർ എന്ന് നമ്മൾ ചൂസ് ചെയ്യും. നമ്മൾ പഠിച്ച് യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മ വരുവാണെങ്കിൽ a = bq + r എന്ന് എഴുതാം. ആ bq + r മോഡലാണ് ഈ കിടക്കുന്നത്. ആ q-ന് പകരമാണ് ഇവിടുത്തെ ലെറ്റർ m കൊടുത്തിരിക്കുന്നത്. ആ m-ന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്ന നമ്പറിനെയാണ് നമ്മൾ ഡിവൈസർ എന്ന് പറയുന്നത്. അതായത് ഇവിടുത്തെ ഡിവൈസർ എന്ന് പറഞ്ഞാൽ 5 ആണ്. അതുകൊണ്ട് ലെറ്റ് b = 5 എന്ന് എഴുതും. a ഉണ്ട് b ഉണ്ട്. അങ്ങനെയാണെങ്കിൽ therefore by Euclid's division lemma, യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മ അനുസരിച്ച് നമുക്ക് എന്തോ എഴുതാം. a = bq + r, 0 < r b എന്ന് എഴുതാം. a പോസിറ്റീവ് ഇന്റിജർ a എന്ന്, b യുടെ സ്ഥാനത്ത് നമ്മൾ 5 എന്ന് ലെറ്റ് ചെയ്ത് അപ്പോൾ ഇവിടെ 5 കൊടുക്കും. 5q + r. 0 < r b യുടെ സ്ഥാനത്ത് വീണ്ടും 5. റിമൈൻഡർ 0 വെച്ച് സ്റ്റാർട്ട് ചെയ്യും. 5-നെക്കാട്ടി ചെറുതാണ്. അങ്ങനെയാണെങ്കിൽ റിമൈൻഡർ എന്തൊക്കെ വരാം? therefore remainder = 0 1 2 3 4. <5 ആയതുകൊണ്ട് 4 വരാം. ആദ്യം നമ്മൾ റിമൈൻഡർ 0 കൊടുക്കും. if r = 0, ഇങ്ങനെ നമ്മൾ കേസ് 1 എന്ന് പറഞ്ഞ് ചൂസ് ചെയ്യും. r 0 ആണെങ്കിൽ a യുടെ വാല്യൂ 5q + 0 ആണ്. അപ്പൊ a = 5q. ഇത് a ആയോണ്ട് ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിട്ടുണ്ട് അത് സ്ക്വയർ ആണ്. സ്ക്വയർ ഓഫ് എനി പോസിറ്റീവ് ഇന്റിജർ. അതുകൊണ്ട് നമ്മൾ a സ്ക്വയർ ചെയ്യും. a സ്ക്വയർ ചെയ്യുമ്പോൾ 25q² വരും. a സ്ക്വയർ = 25നെ നമ്മൾ 5 × 5 എന്ന് എഴുതും. ഇങ്ങനെ എഴുതും, 5ന്റെ മൾട്ടിപ്പിൾ. അപ്പൊ നമ്മളവിടെ a സ്ക്വയർ = 5 × 5നെ എന്തുകൊണ്ട് ഇൻഡ് ചെയ്യുന്നു? അതിനെ നമ്മൾ m എന്ന് വിളിക്കും. അതാണ് 5ന്റെ മൾട്ടിപ്പിൾ. എന്നിട്ട് അവിടെ എഴുതി കാണിക്കും where m = 5q². അതാണ് ആദ്യത്തെ മോഡൽ 5. നമ്മൾ കേസ് 2 പോകും. റിമൈൻഡറിന്റെ സ്ഥാനത്ത് 1 കൊടുക്കും. if r = 1 then a = 5q + 1. റിമൈൻഡറിന്റെ സ്ഥാനത്ത് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സ്ക്വയർ ഓഫ് എനി പോസിറ്റീവ് ഇന്റിജർ ആണ് നമ്മൾ a സ്ക്വയർ ചെയ്യും. അപ്പോൾ ഇത് 5q + 1 the whole square വരും. ഇവിടെ നമ്മൾ ഫോർമുല അപ്ലൈ ചെയ്യും. a + b the whole square = a² + 2ab + b². ഇവിടുത്തെ a യുടെ സ്ഥാനത്ത് 5q ആ. അപ്പോൾ നമ്മൾ 5q² ചെയ്യും പ്ലസ് 2ab 2 × a യുടെ സ്ഥാനത്ത് 5q, b യുടെ സ്ഥാനത്ത് 1 പ്ലസ് b². 1ന്റെ സ്ക്വയർ 1 കിട്ടും. 5q² ചെയ്യുമ്പോൾ 25q² കിട്ടും. നമ്മളത് 5 × 5q² ആണ്. 2 × 5q + 1. ഈ രണ്ട് ടൈമിൽ ഇവിടെ ഒരു 5 ഉണ്ട്. നമ്മൾ ആ രണ്ട് ടൈമിൽ നിന്ന് 5 അങ്ങ് കോമൺ എടുക്കും. 5 പോയിട്ട് ഇവിടെ 5q². ഇവിടെ 5 പോയിട്ട് 2 ഉണ്ട്, q ഉണ്ട്, 2q. ഇത്രയും ടൈമിലെ 5 ഉള്ളു. അത്രയും ടൈമിന് മാത്രം 5 കോമൺ എടുക്കും. എക്സ്ട്രാ ഒരു +1. 5-നോട് എന്തും ചെയ്താലും നമ്മൾ അതിനെ m എന്ന് വിളിക്കും. 5ന്റെ മൾട്ടിപ്പിൾ +1 where m = 5q² + 2q. മൂന്നാമത്തെ കേസ് റിമൈൻഡർ 2. if r = 2 a = 5q + 2 എന്ന് കിട്ടും. ഇത് നമ്മൾ സ്ക്വയർ ചെയ്യും. a² = 5q + 2 the whole square. ഇവിടെ നമ്മൾ a + b the whole square അപ്ലൈ ചെയ്യും. അപ്പം a² എടുക്കുമ്പോൾ 5q-ന്റെ സ്ക്വയർ 25q². 2ab 2 × 5q × 2. ഇത് a യും ഇത് b യും പ്ലസ് b². 2ന്റെ സ്ക്വയർ 4. 25q² പ്ലസ് 20q + 4. 5 കോമൺ എടുക്കാൻ രണ്ട് ടൈമേ ഉള്ളൂ. 5ന്റെ മൾട്ടിപ്പിൾ മാത്രമേ നമ്മൾ 5 കോമൺ എടുക്കൂ. കോമൺ എടുക്കുക എന്ന് പറഞ്ഞാൽ
ഈ കോമൺ എടുത്ത ടേം കൊണ്ട് അകത്തോട്ട് ഇൻറ്റു ചെയ്യുമ്പോൾ ഈ ആൻസർ കിട്ടണം. 5 ഇൻറ്റു 5 ചെയ്താലേ 25 കിട്ടത്തുള്ളൂ. അപ്പോൾ ഇവിടെ 5q² എന്ന് എഴുതും. 5 ഇൻറ്റു 4 ചെയ്താലേ 20 കിട്ടത്തുള്ളൂ. അപ്പോൾ ഇവിടെ 4q കിട്ടും. ഇവിടെ വെച്ച് നിർത്തും. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യും. എക്സ്ട്രാ ഒരു 4. ഈ ബ്രാക്കറ്റ് അകത്തോട്ട് ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് അതിന് തൊട്ട് മുമ്പത്തെ സ്റ്റെപ്പ് കിട്ടണം. 5 ഇൻറ്റു 5 25q². 5 ഇൻറ്റു 4q 20q. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് എക്സ്ട്രാ 4 ആയി. 5 ഇവിടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്താലും അവിടെ നമ്മൾ m എന്ന് എഴുതും. 5m plus 4 where m equal to 5q² plus 4q. ഫോർത്ത് കേസ് ഒരുപാട് പിള്ളേർ ആൻസർ 5m 5m plus 1 5m plus 4 കിട്ടിയപ്പോൾ ആൻസർ നിർത്തിയിട്ടുണ്ട്. യു പി സൊല്യൂഷൻ നമ്മ അനുസരിച്ച് റിമൈൻഡർ ലെസ് ദാൻ 5 ആണെങ്കിൽ റിമൈൻഡർ 4 വരെയുള്ള കണ്ടീഷൻ അപ്ലൈ ചെയ്ത് കാണിക്കണം. കേസ് 4നകത്ത് റിമൈൻഡർ നമ്മൾ 3 എന്ന് കൊടുക്കും. If r equal to 3, a equal to 5q plus 3. Square a square equal to 5q plus 3 the whole square. Square a 25q square plus 2ab. 2 into 5q into 3 plus 3 square. 3 square നമുക്ക് 9 കിട്ടും. 25q square plus 25 10 into 3 30q plus ലാസ്റ്റ് നമ്പർ 9 എന്ന് പറഞ്ഞ ടേം എക്സ്ട്രാ നമുക്ക് ആൻസറിനകത്ത് ഇല്ല. ആ 9 നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് 5 plus 4 ആണ് കിട്ടും. അപ്പം ഇത്രയും ടേമിൽ നമുക്ക് 5 കോമൺ എടുക്കാം. ഫസ്റ്റ് ടേമിൽ നിന്ന് 5 എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു 5 വരും. എങ്കിൽ ഇൻറ്റു ചെയ്യുമ്പോൾ 25 കിട്ടത്തുള്ളൂ. 30q കിട്ടണമെങ്കിൽ ഇവിടെ 6 വരണം. അപ്പോൾ 5 into 6q. ഇവിടുത്തെ 5 പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ടേം ഇല്ല. അപ്പോൾ നമ്മൾ 1 എന്ന് കൊടുക്കും. ഇൻറ്റു ചെയ്ത് നോക്കണം ബ്രാക്കറ്റ്. 5 into 5 25 5 into 6 30 5 into 1 5. എക്സ്ട്രാ നമുക്ക് ഒരു ടേം ഉണ്ട് 4. 5 കൊണ്ട് ഇൻറ്റു ചെയ്യുന്ന ടേമിനെ നമ്മൾ m എന്ന് വിളിക്കും. 5m plus 4 where m equal to 5q² plus 6q plus 1. Last case 5. If r equal to 4. If r equal to 4, then a equal to 5q plus 4. Square a square 5q plus 4 the whole square. First term square ചെയ്യുമ്പോൾ 25q square കിട്ടും. 2ab 2 into 5q into 4 plus b square. b 4 ആ സ്ക്വയർ ചെയ്യുമ്പോൾ 16 കിട്ടും. 25q square plus 40q plus 16 എന്ന് പറഞ്ഞ ടേം നമുക്ക് ലാസ്റ്റ് ആൻസറിനകത്ത് ഇല്ല. ഒന്നെങ്കിൽ ഫൈനൽ ആൻസറിനകത്ത് ലാസ്റ്റ് ടേം 4 എന്ന് കിട്ടണം, അല്ലെങ്കിൽ 1 എന്ന് കിട്ടണം. അപ്പൊ നമ്മൾ 16നെ 15 plus 1 5ന്റെ മൾട്ടിപ്പിൾ പ്ലസ് 1. ആദ്യത്തെ 3 ടേമിൽ 5 ഉണ്ട്. 5 നമ്മൾ കോമൺ എടുക്കും. 5 into 5 25 5 into 8 40 5 into 3 50 plus 1. അകത്തോട്ട് ഇന്ത്യ 25 40 15 എല്ലാ ടേമും കിട്ടും. ബ്രാക്കറ്റിൽ കിടക്കുന്ന ടേമിനെ നമ്മൾ m എന്ന് വിളിക്കും. പ്ലസ് 1 5m plus 1 where m equal to 5q square plus 8q plus 3. ഈ 5 കേസിലും ആൻസർ ഒന്നെങ്കിൽ 5m എന്നോ അല്ലെങ്കിൽ 5m plus 1 എന്നോ 5m plus 4 എന്നോ. ഈ 5 കേസിൽ ഇത് പ്രൂവ് ചെയ്യണം. ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യനോട്ട് പോകാം. പ്രൂവ് ദാറ്റ് n cube minus n is divisible by 3 for any positive integer n. സാധാരണ നമ്മൾ ക്വസ്റ്റ്യനകത്തെല്ലാം സ്ക്വയർ ഓഫ് എനി പോസിറ്റീവ് ഇന്റിജർ, ക്യൂബ് ഓഫ് എനി പോസിറ്റീവ് ഇന്റിജർ, എനി പോസിറ്റീവ് ഇന്റിജറിനെ നമ്മൾ ലെറ്റർ എ എന്ന് പറഞ്ഞായിരിക്കും അസ്യൂം ചെയ്യുന്നത്. ഇവിടെ ഫോർ എനി പോസിറ്റീവ് ഇന്റിജർ n എന്ന് തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ലെറ്റ് n ബി എനി പോസിറ്റീവ് ഇന്റിജർ എന്ന് എടുക്കും. ക്വസ്റ്റ്യനകത്ത് ആദ്യം n cube minus n is divisible by 3. ഡിവൈസർ തന്നിട്ടുണ്ട് 3 എന്ന്. അതുകൊണ്ട് നമ്മൾ ലെറ്റ് ബി ഈക്വൽ ടു നമ്മുടെ ഡിവൈസർ 3. അപ്പൊ പോസിറ്റീവ് ഇന്റിജറും ഉണ്ട് ഡിവൈസറും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മ അപ്ലൈ ചെയ്യാം. therefore by Euclid's division lemma n equal to a അല്ല n ആണ്. ഫോർമുല അനുസരിച്ച് a equal to bq plus r, 0 less than or equal to r less than b എന്ന് എഴുതും. ഇവിടെ പോസിറ്റീവ് ഇന്റിജർ എയും ബി ഡിവൈസറും ആയതുകൊണ്ടാണ് നമ്മൾ യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മ വെച്ച് a equal to
BQ plus R എന്ന് എഴുതുന്നത്. നമ്മൾ ലെഫ്റ്റ് ചെയ്തിരിക്കുന്നത് n ആണ്. അപ്പൊ a യുടെ സ്ഥാനത്ത് നമ്മൾ n എഴുതും. B ഡിവൈസർ നമുക്കറിയാം 3 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഇത് 3Q plus R എന്ന് എഴുതും. 0 less than or equal to R less than 3. റിമൈൻഡറിന്റെ വാല്യൂ 0 വെച്ച് സ്റ്റാർട്ട് ചെയ്യും, ലെസ് ദാൻ 3 ആണ്. therefore R equal to 0 വരാം, 1 വരാം, 2 വരാം. if R equal to 0, R 0 ആണെങ്കിൽ n നമുക്ക് എഴുതാം 3Q plus 0 എന്ന് വെച്ചാൽ n equal to 3Q. ഒന്നാമത്തെ കേസ്. രണ്ടാമത്തെ കേസ് if R equal to 1, R 1 ആണെങ്കിൽ n ന്റെ വാല്യൂ 3Q plus 1. മൂന്നാമത്തെ കേസ് if R equal to 2, therefore n equal to 3Q plus 2. ഇപ്പൊ 3 എന്നെ എഴുതിയിട്ടുണ്ട്. n equal to 3Q, n equal to 3Q plus 1, n equal to 3Q plus 2. ഈ 3 കേസും എടുത്ത് ഫസ്റ്റ് ഫോർമുലയ്ക്കകത്ത് കൊടുക്കും. n cube minus n is divisible by 3 എന്ന് നമ്മൾ തെളിയിക്കണം 3 കേസിൽ. നമ്മളെ ഫസ്റ്റ് കേസ് നമ്മൾ n-ന് 3 കേസ് പറഞ്ഞ് n equal to 3Q ഉണ്ട് ഫസ്റ്റ് കേസ്. രണ്ടാമത്തെ കേസ് n equal to 3Q plus 1, മൂന്നാമത്തെ കേസ് n equal to 3Q plus 2. ഈ 3 കേസിൽ n-ന് 3 വാല്യൂ ഉണ്ട്. ഈ 3 വാല്യൂ അപ്ലൈ ചെയ്യുമ്പോൾ n cube minus n divisible by 3 ആണ് കണ്ടുപിടിക്കുക. divisible by 3 എന്ന് പറഞ്ഞാൽ 3 യുടെ മൾട്ടിപ്പിൾ ആയിരിക്കും. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ഉറപ്പായിട്ടും 3 യുടെ മൾട്ടിപ്പിൾ ആയിരിക്കും. അതുകൊണ്ട് ആദ്യം നമ്മൾ n cube minus n is a multiple of 3 എന്ന് തെളിയിക്കും. അതിനകത്ത് ആദ്യം n cube ഉണ്ട്. ആദ്യത്തെ കേസ് നമ്മൾ n 3Q എന്നാണ് കൊടുത്തിരിക്കുന്നത്. n ന്റെ സ്ഥാനത്ത് നമ്മൾ 3Q സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. 3Q the whole cube minus n ന്റെ സ്ഥാനത്ത് 3 ക്യൂബ് ചെയ്യുമ്പോൾ നമുക്ക് 27 കിട്ടും. 27Q cube minus 3Q. ഈ രണ്ട് ടൈമും 3 യുടെ മൾട്ടിപ്പിൾ ആ. രണ്ട് ടൈമിൽ നിന്നും നമ്മൾ 3 പുറത്തെടുക്കും. 3 പുറത്തെടുത്തു. 27 കിട്ടണമെങ്കിൽ 3 into 9 കിട്ടണം. 3Q കിട്ടണമെങ്കിൽ 3 into 1 എന്ന് കിട്ടണം. അപ്പം നമ്മൾ ആൻസർ 3 into 9Q cube minus Q കിട്ടും. ഈ 3 into എന്നാണ് ബ്രാക്കറ്റിന്റെ അർത്ഥം. 3 കൊണ്ട് ഇൻറ്റു ചെയ്യുന്ന ഏത് ടേമിനെയും നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. therefore n cube minus n is divisible by 3. ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ 3 യുടെ മൾട്ടിപ്പിൾ ഉണ്ട്. ഡിവൈഡ് ചെയ്ത് കാണിക്കണമെങ്കിൽ n cube minus n by 3 equal to 3 into 9Q cube minus Q divide by 3 എന്ന് കാണിക്കുകയാണെങ്കിൽ 3 3 ക്യാൻസൽ ചെയ്ത് പോകും. അപ്പൊ ഡിവിസിബിൾ ബൈ 3 എന്ന് കാണിക്കാൻ 3 into ഒരു ടേം കിട്ടിയാൽ മതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം n cube minus n is divisible by 3 എന്ന്. നമ്മൾ സെക്കൻഡ് കേസിലോട്ട് പോവാം. n equal to 3Q plus 1. n ന്റെ വാല്യൂ 3Q plus 1 ആണെങ്കിൽ n cube minus n is divisible by 3 എന്ന് തെളിയിക്കണം. ആദ്യം n cube വേണം, മൈനസ് n വേണം. n cube എഴുതുവാണെങ്കിൽ 3Q plus 1 the whole cube minus n ന്റെ സ്ഥാനത്ത് വീണ്ടും 3Q plus 1 ബ്രാക്കറ്റ് കൊടുക്കണം. ഇത് a plus b the whole cube ആ. ആദ്യം നമ്മൾ ഫോമിൽ എഴുതും. a plus b the whole cube equal to a cube plus 3a square b plus 3ab square plus b cube. ഈ ഫോമിൽ അപ്ലൈ ചെയ്ത് നമ്മളിത് ആൻസർ കണ്ടുപിടിക്കും. എയുടെ വാല്യൂ 3Q, ബിയുടെ വാല്യൂ 1. a ക്യൂബ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 27Q ക്യൂബ് കിട്ടും. a ക്യൂബ് പ്ലസ് 3a സ്ക്വയർ b. എയുടെ വാല്യൂ 3Q, അത് സ്ക്വയർ ചെയ്ത് ഇൻറ്റു ബി. 3a സ്ക്വയർ ബി പ്ലസ് 3ab സ്ക്വയർ 3 ഇൻറ്റു എയുടെ വാല്യൂ 3Q പ്ലസ് ബി സ്ക്വയർ 1 സ്ക്വയർ പ്ലസ് ബി ക്യൂബ്. 1 ക്യൂബ് ചെയ്യുമ്പോൾ നമുക്ക് 1 തന്നെ കിട്ടും. മൈനസ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ മൈനസ് 3Q കിട്ടും, മൈനസ് 1 കിട്ടും. ഒന്നും കൂടെ അറേഞ്ച് ചെയ്യും. 27Q ക്യൂബ് പ്ലസ് 3 ഇൻറ്റു 3 സ്ക്വയർ ചെയ്യുമ്പോൾ 9 കിട്ടും. 9ഉം 3ഉം കൂടി ഇൻറ്റു ചെയ്ത് നമുക്ക് 27 കിട്ടും. 27Q സ്ക്വയർ പ്ലസ് 3 ഇൻറ്റു 3 ചെയ്യുമ്പോൾ നമുക്ക് 9Q കിട്ടും. പ്ലസ് 1 ഉണ്ട്, മൈനസ് 3Q ഉണ്ട്, മൈനസ് 1 ഉണ്ട്. ഈ പ്ലസ് 1 മൈനസ് 1 ക്യാൻസൽ ആയി.
27 q cube plus 27 q square plus 9q minus 3q 6q ഇട്ട് എല്ലാ ടൈമും 3 യുടെ മൾട്ടിപ്പിൾ ആ. നമ്മൾ എല്ലാ ടൈമിൽ നിന്നും 3 പുറത്തെടുക്കും. 3 പുറത്തെടുക്കുവാണെങ്കിൽ 27 കിട്ടാൻ ഇവിടെ 9 മതി. അപ്പൊ 9q ക്യൂബ് എഴുതും. ഇവിടെ 27 പോയി കഴിഞ്ഞാൽ 3 പുറത്തെടുത്താൽ 9 കിട്ടും, q സ്ക്വയർ കിട്ടും. 6 ആണെങ്കിൽ ഇവിടെ 2 എഴുതിയാൽ ഇത്രയും കിട്ടും. എല്ലാ ടൈമിൽ നിന്നും 3 പുറത്തെടുത്ത് അപ്പൊ ഇത് 3 ഇൻറ്റു ആയി എന്ന് വെച്ചാൽ 3യുടെ മൾട്ടിപ്പിൾ. therefore n cube minus n is divisible by 3. മൂന്നാമത്തെ കേസായി n-ന്റെ വാല്യൂ 3q plus 2 ആണെങ്കിൽ n cube minus n is divisible by 3. നമ്മൾ ഈ ക്വസ്റ്റിനകത്ത് എല്ലാം ചെയ്യുന്നത് അവസാനം ഡിവിസിബിൾ ബൈ 3 ആണ് കാണിക്കാൻ മൾട്ടിപ്പിൾ ഓഫ് 3 എന്ന് എഴുതത്തുള്ളൂ. 3 ഇൻറ്റു ഒരു ടേം ആണെങ്കിൽ ഉറപ്പായിട്ടും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. നമ്മൾ n ക്യൂബ് മൈനസ് n എന്ന് എഴുതും. 3q plus 2 the whole cube minus n-ന്റെ സ്ഥാനത്ത് വീണ്ടും 3q plus 2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇവിടെ നമ്മൾ a plus b the whole cube അപ്ലൈ ചെയ്യും. a ക്യൂബ് 3q-ന്റെ ക്യൂബ് 27q ക്യൂബ് പ്ലസ് 3a സ്ക്വയർ ബി 3 into a square b plus 3ab square 3 into a into b square 2 square ചെയ്യുമ്പോൾ 4 കിട്ടും plus b cube 2 ന്റെ ക്യൂബ് 8 കിട്ടും. അത് കഴിഞ്ഞൊരു മൈനസ് ഉണ്ട്. മൈനസ് കൊണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ പ്ലസ് ഉള്ള ടൈം എല്ലാം മൈനസ് ആവും. മൈനസ് 3q മൈനസ് 2 കിട്ടും. ഒന്നുകൂടെ അറേഞ്ച് ചെയ്യുമ്പോൾ 27q ക്യൂബ് പ്ലസ് 3യുടെ സ്ക്വയർ ചെയ്യുമ്പോൾ 9 കിട്ടും. 9 into 3 27 27 into 2 54 കിട്ടും. 54q സ്ക്വയർ 3 into 3 9 9 into 4 36q കിട്ടും പ്ലസ് 8 minus 2 6 minus 3q q ഒന്നും കൂടെ അറേഞ്ച് ചെയ്യും. 27q ക്യൂബ് പ്ലസ് 54q സ്ക്വയർ പ്ലസ് 36q മൈനസ് 3q 36q 3q സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് 33q കിട്ടും പ്ലസ് ഒരു 6 കിട്ടും. എല്ലാ ടൈമും 3യുടെ മൾട്ടിപ്പിളാ. നമ്മൾ 3 പുറത്തെടുക്കും. 9 3s are 27 18 3s are 54 11 3s are 33 2 3s are 6. 3 into ഒരു ടൈം കിട്ടി എന്ന് വെച്ചാൽ 3യുടെ മൾട്ടിപ്പിൾ ആയി. therefore n cube minus n is divisible by 3. മൂന്ന് കേസിലും ഡിവിസിബിൾ ബൈ 3 ആണെന്ന് കാണിക്കാൻ വേണ്ടി 3 ഇൻറ്റു ഒരു ടൈം ഒന്ന് തെളിയിച്ചിട്ടുണ്ട്. 3 കൊണ്ട് ഏത് ടൈമിനെ ഇൻറ്റു ചെയ്താൽ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. therefore n cube minus n is divisible by 3. Our second question, find the largest number which divides 853 and 385 leaving remainder 7 in each case. നമ്മൾ HCF പഠിച്ചിട്ടുണ്ട്, highest common factor. Find the largest number which divides, അതാണ് HCF, highest common factor. Find the largest number which divides 853 and 385 എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്നതിന് ഇത് എയും ഇത് ബിയും എടുത്ത് യൂക്ലിഡ് ഡിവിഷൻ ലെമ്മ അപ്ലൈ ചെയ്യും. ലീവിംഗ് റിമൈൻഡർ 7 എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ രണ്ട് നമ്പർ എയും ബിയും ആയിട്ട് എടുക്കത്തില്ല. എന്തുവാണോ റിമൈൻഡർ ലീവ് ചെയ്യണമെന്ന് പറയുന്നത് ആ നമ്പർ നമ്മൾ തന്നിരിക്കുന്ന നമ്പറിൽ നിന്ന് കുറയ്ക്കണം. ലീവിംഗ് റിമൈൻഡർ 7 എന്ന് പറഞ്ഞാൽ 853 നിന്നും നിങ്ങൾ 7 കുറയ്ക്കണം, 385 നിന്നും 7 കുറയ്ക്കണം. റിമൈൻഡർ 7 ലീവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ ലീവ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ സപ്പറേറ്റ് ചെയ്ത് കളയും. 853 7 കുറച്ചെങ്കിൽ 846 കിട്ടും. 385 7 കുറച്ചാൽ നിങ്ങൾക്ക് 378 കിട്ടും. രണ്ട് നമ്പർ കിട്ടും. 853 7 റിമൈൻഡർ പോയി കഴിഞ്ഞാൽ 846 കിട്ടും. 385 7 റിമൈൻഡർ പോയി കഴിഞ്ഞാൽ 378 കിട്ടും. അതായത് നമ്മളെ നമ്പർ എന്ന് പറയുന്നത് A ഈക്വൽ ടു 846 B ഈക്വൽ ടു 378 ആണ്. അല്ലാതെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്യരുത്. ഒന്നുകൂടെ പറയാം, ഫൈൻഡ് ദ ലാർജസ്റ്റ് നമ്പർ വിച്ച് ഡിവൈഡ്സ് 853 and 385 ലീവിംഗ് റിമൈൻഡർ 7 ഇൻ ഈച്ച് കേസ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ആ രണ്ട് നമ്പറിന് റിമൈൻഡർ നമ്മൾ കുറയ്ക്കണം. 7 കുറയ്ക്കും, ഇവിടെയും 7 കുറയ്ക്കും. അപ്പൊ നമുക്ക് രണ്ട് പുതിയ നമ്പർ കിട്ടും, 846 378.
ഈ രണ്ട് നമ്പർ വെച്ച് വേണം നമ്മൾ HCF കണ്ടുപിടിക്കാൻ. അതാണ് ലാർജസ്റ്റ് നമ്പർ വിച്ച് ഡിവൈഡ്സ് എന്ന് ചോദിച്ചത്. HCF കണ്ടുപിടിക്കണമെങ്കിൽ യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മ അപ്ലൈ ചെയ്യണമെങ്കിൽ എയും വേണം ബിയും വേണം. ലാർജസ്റ്റ് നമ്പറിനെ സ്മോളസ്റ്റ് നമ്പർ കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. ഫസ്റ്റ് കേസ് എ എന്ന് പറയുന്നത് 846 ബി എന്ന് പറയുന്നത് 378. നമുക്കറിയാം 300 കൂടുതലുണ്ട്. 300 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ 900 എന്നറിയാം. അതുകൊണ്ട് നമുക്കൊരു 2 ടൈം മതി. നമുക്ക് 846 ഉള്ളൂ. 378നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. 2 8s are 16 പോയിട്ട് 1, 2 7s are 14 plus 1 15 പോയിട്ട് 1, 2 into 3 6 6 plus 1 7 കിട്ടും. അപ്പൊ 378 into 2 7 5 6 സബ്ട്രാക്ട് ചെയ്യും. 6 minus 6 0 കിട്ടും. 4 ന് 5 സബ്ട്രാക്ട് ചെയ്യാൻ പറ്റത്തില്ല. 1 ബോറോ ചെയ്യും. 14 5 കുറയ്ക്കണം 9. therefore a equal to a എന്ന് പറയുന്നത് 846 b into q 378 into 2 plus r ന്റെ സ്ഥാനത്ത് 90 കൊടുക്കും. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. റിമൈൻഡർ 0 കിട്ടുന്നിടം വരെ ചെയ്യണം. രണ്ടാമത്തെ കേസിൽ നമ്മൾ റിമൈൻഡറും ഡിവൈസറും ചൂസ് ചെയ്യും. രണ്ട് നമ്പർ വീണ്ടും ആയി 90 ഉണ്ട് 378 ഉണ്ട്. ഈ രണ്ട് നമ്പറിനകത്ത് ലാർജ് നമ്പറിനെ എ എന്നും സ്മോൾ നമ്പറിനെ ബി എന്നും എടുത്തിട്ട് ഈ പ്രൊസീജിയർ നമ്മൾ കണ്ടിന്യൂ ചെയ്യും. ഇനി നമ്മൾ 378നെ 90 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 90 into 4 ചെയ്യുവാണെങ്കിൽ 360 കിട്ടും. 90 into 5 ചെയ്യുവാണെങ്കിൽ 450 കിട്ടും. നമുക്ക് 450 ഇല്ല, 378 ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ 90 into 4 ചെയ്യും. അപ്പൊ നമുക്ക് 360 കിട്ടും. 90 into 4 360 സബ്ട്രാക്ട് ചെയ്യും. 8 കിട്ടും. 7 minus 6 1 കിട്ടും. അപ്പൊ വീണ്ടും a equal to b into q plus r. 378 equal to 90 into 4 plus 18 കിട്ടും. നമ്മളെ രണ്ടാമത്തെ സ്റ്റെപ്പിലോട്ട് വീണ്ടും നമുക്ക് റിമൈൻഡറും ഉണ്ട് ഡിവൈസറും ഉണ്ട്. രണ്ട് നമ്പർ 18 ഉണ്ട് 90 ഉണ്ട്. ലാർജർ നമ്പറിനെ നമ്മൾ എ എന്ന് ചൂസ് ചെയ്യും. സ്മോളർ നമ്പറിനെ ബി എന്ന് ചൂസ് ചെയ്യും. ഈ പ്രൊസീജിയർ വീണ്ടും കംപ്ലീറ്റ് ചെയ്യും. 90 ഡിവൈഡ് ബൈ 8 18 5s are 90 കിട്ടും. റിമൈൻഡർ 0 കിട്ടും. 90 ഈക്വൽ ടു 18 into 5 plus 0. മൂന്നാമത്തെ കേസിൽ നമ്മൾ റിമൈൻഡർ 0 കിട്ടി. റിമൈൻഡർ 0 കിട്ടുമ്പോൾ എന്തുവാണോ ഡിവൈസർ അതാണ് നമ്മുടെ HCF. therefore 846 and 378 HCF of 846 and 378 equal to 18. Next നമ്മൾ തിയറത്തിലോട്ട് പോകാം. ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്മെറ്റിക്. Every composite number can be expressed as product of primes and this factorization is unique apart from the order in which the prime factor occur. ഏതൊരു കോമ്പോസിറ്റ് നമ്പർ എടുത്താലും അതിനെ പ്രോഡക്റ്റ് ഓഫ് പ്രൈം ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം apart from the order in which the prime factor occur. ഓർഡർ ഒരു പ്രശ്നമല്ല, എങ്ങനെയാണോ ഓർഡർ എക്സിസ്റ്റ് ചെയ്യുന്നത് അതേപോലെ എഴുതാം. അതിനകത്ത് ആദ്യം നമ്മൾ രണ്ട് ടേം കേട്ട് കോമ്പോസിറ്റ് നമ്പറും പ്രൈം നമ്പറും. പ്രൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒൺലി ഡിവൈസർ എന്ന് പറയുന്നത് 1 ആ നമ്പർ മാത്രമായിരിക്കും. പ്രൈം നമ്പർ അല്ലാത്ത എല്ലാ നമ്പറിനെ പൊതുവെ നമുക്ക് കോമ്പോസിറ്റ് നമ്പർ എന്ന് പറയാം. നമ്മൾ എക്സാമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ ഇപ്പൊ 36 എടുക്കുവാണെങ്കിൽ 36 എന്ന് പറയുന്നത് ഒരു കോമ്പോസിറ്റ് നമ്പറാണ്. 36നെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഏറ്റവും ചെറിയ പ്രൈം നമ്പറായ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 18 കിട്ടും. വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 9 കിട്ടും. വീണ്ടും നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യും, അപ്പം 3 കിട്ടും. അങ്ങനെയാണെങ്കിൽ നമ്മൾ 36നെ ഓർഡറിൽ എഴുതുവാണെങ്കിൽ 2 into 2 into 3 into 3 എന്ന് എഴുതാം. ഈ 36നെ 2 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യാൻ നിർബന്ധമില്ല. നമ്മൾ 36നെ 3 കൊണ്ട് വേണമെങ്കിലും ഡിവൈഡ് ചെയ്യാം. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കൊരു 12 കിട്ടും. വീണ്ടും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യും 4 കിട്ടും. വീണ്ടും ഡിവൈഡ് ചെയ്യും 2 കിട്ടും. ഇതിന്റെ ഓർഡർ മാറി. ഇവിടെ 36 എഴുതുമ്പോൾ 3 ആണ് ഫസ്റ്റ് പ്രൈം ആയിട്ട് വരുന്നത്. 3 into 3 into 2 into 2 എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്താലും ആൻസർ 36 കിട്ടും. അപ്പൊ പ്രൈം നമ്പറിന്റെ ഓർഡറിന് വലിയ ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ല. എങ്ങനെയെങ്കിലും ഓർഡറിൽ എഴുതിയാൽ മതി. ഏത് ഓർഡറാണോ ചെയ്യുമ്പോൾ കിട്ടുന്ന അതേ ഓർഡറിൽ റെപ്രസെന്റ് ചെയ്യാം. പ്രോഡക്റ്റ് ഓഫ് പ്രൈം ആണെങ്കിൽ ആ നമ്പർ ഉറപ്പായിട്ട് കോമ്പോസിറ്റ് നമ്പർ ആവുമെന്നാണ് നമ്മുടെ തിയറം പറയുന്നത്. ബൈ ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്മെറ്റിക് എവരി കോമ്പോസിറ്റ് നമ്പർ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് പ്രോഡക്റ്റ് ഓഫ് പ്രൈംസ്. മൂന്ന് ഫോമുല പഠിക്കും. LCM,
ഈ HCF LCM into HCF. ആദ്യം നമ്മൾ LCM പഠിക്കും. HCF നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് UP സീരീസ് എല്ലാം വെച്ച്. പ്രൈം ഫാക്ടറൈസേഷൻ വെച്ച് എങ്ങനെ LCM HCF ഫൈൻഡ് ചെയ്യും? LCM ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ നമ്മൾ പറയും. പ്രോഡക്റ്റ് ഓഫ് ഗ്രേറ്റസ്റ്റ് പവർ ഓഫ് ഈച്ച് പ്രൈം ഫാക്ടർ ഇൻവോൾവ് ഇൻ ദ നമ്പർ. നമ്മുടെ നമ്പറിനകത്ത് എന്തൊക്കെ പ്രൈം നമ്പർ ഉണ്ടോ എല്ലാ പ്രൈം നമ്പറിന്റെ പ്രോഡക്റ്റും വേണം. എല്ലാ പ്രൈം നമ്പറിന്റെയും ഗ്രേറ്റസ്റ്റ് പവർ എടുത്താൽ മാത്രം LCM കിട്ടും. ഒന്നുകൂടെ പറയാം, LCM ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് ഗ്രേറ്റസ്റ്റ് പവർ ഓഫ് ഈച്ച് പ്രൈം ഫാക്ടർ ഇൻവോൾവ് ഇൻ ദ നമ്പർ. നമ്പറിനകത്ത് എന്തൊക്കെ പ്രൈം നമ്പർ ഉണ്ടോ ആ നമ്പറിന്റെ എല്ലാ നമ്പറിന്റെയും പ്രോഡക്റ്റും വേണം. എല്ലാ പ്രൈം നമ്പറിന്റെയും ഗ്രേറ്റസ്റ്റ് പവർ മാത്രം. HCF എടുക്കുകയാണെങ്കിൽ പ്രോഡക്റ്റ് ഓഫ് സ്മോളസ്റ്റ് പവർ ഓഫ് ഈച്ച് കോമൺ പ്രൈം ഫാക്ടർ. അവിടെ ഒരു കോമൺ എന്നുള്ള ടേം ഉണ്ട്. എല്ലാ നമ്പറിന്റെയും കോമൺ പ്രൈം ഫാക്ടർ മാത്രം എടുത്താൽ മതി അതിന്റെ സ്മോളസ്റ്റ് പവർ. അപ്പൊ HCF ആണെങ്കിൽ കോമൺ പ്രൈം ഫാക്ടർ ആദ്യം എടുക്കും, അതിന്റെ എല്ലാത്തിന്റെയും സ്മോളസ്റ്റ് പവർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് HCF. മൂന്നാമത്തെ ഒരു ഫോർമുല LCM ഓഫ് എനി ടു നമ്പർ. ആ രണ്ട് നമ്പറിനെ നമ്മൾ A എന്ന് വിളിക്കും, B എന്ന് വിളിക്കും. LCM ഓഫ് AB into HCF ഓഫ് AB. രണ്ട് നമ്പർ തന്നിട്ട് അതിന്റെ LCM ഉം HCF ഉം മൾട്ടിപ്ലൈ ചെയ്യുന്ന തുല്യമായിരിക്കും പ്രോഡക്റ്റ് ഓഫ് ദി നമ്പർ. ആ നമ്പറാണ് നമ്മൾ A എന്ന് വിളിക്കും, B എന്ന്. ഇമ്പോർട്ടന്റ് ഫോർമുല LCM of AB into HCF of AB equal to product of the number A and B. Given the HCF of 81 and 54 equal to 27, find LCM of 81 and 54. നമ്മൾ നേരത്തെ പഠിച്ചതിനകത്ത് മൂന്നാമത്തെ ഫോർമുല LCM into HCF equal to product of the given two number. HCF of A and B. നമ്മൾ രണ്ട് നമ്പർ അവർ തന്നിട്ടുണ്ട്, 81 54. നമ്മൾ അതിനെ A എന്ന് വിളിക്കും, B എന്ന് വിളിക്കും. അങ്ങനെയാണെങ്കിൽ LCM ഫൈൻഡ് ചെയ്യാം. LCM of A and B നമ്മൾ ഫോർമുല അപ്ലൈ ചെയ്യും. HCF of A and B into LCM of A and B equal to product of the number. Product of the number എന്ന് വെച്ചാൽ രണ്ട് നമ്പറെ തന്നിട്ടുള്ളത് 81 54. HCF given ആണ്. അപ്പോൾ നമ്മൾ HCF ന്റെ സ്ഥാനത്ത് 27 അപ്ലൈ. 27 into LCM of 81 54 equal to 81 into 54. ഇതിൽ നിന്ന് നമുക്ക് LCM ഫൈൻഡ് ചെയ്യണം. LCM of 81 54 equal to LCM ഫൈൻഡ് ചെയ്യണമെങ്കിൽ മൾട്ടിപ്ലൈ ദ 27 നമ്മൾ അപ്പുറത്തുകൊണ്ട് ഡിവൈഡ് ചെയ്യും. 81 into 54 divided by 27. ഈ 27 81 ആയിട്ട് ക്യാൻസൽ ചെയ്ത് 3 കിട്ടും. 54 into 3 കിട്ടും. 54നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 4s are 12 കിട്ടും. റിമൈൻഡർ 1 കിട്ടും. 3 5s are 15 plus 1 162 കിട്ടും. അപ്പോൾ നമുക്ക് LCM കിട്ടി. LCM of 81 and 54 equal to 162 കിട്ടും. നമ്മൾ നാലാമത്തെ ക്വസ്റ്റ്യൻ ചെക്ക് വെദർ 5 into 7 into 11 plus 7 is a കോമ്പോസ് നമ്പർ. തന്നിരിക്കുന്ന നമ്പർ കോമ്പോസ് നമ്പർ ആണെന്ന് ചെക്ക് ചെയ്യാം. 5 into 7 into 11 plus 7. ഈ രണ്ട് ടൈമിലും കോമൺ ആയിട്ട് നമുക്കൊരു 7 ഉണ്ട്. ആ 7 ഞാൻ പുറത്തെടുക്കും. 7 പോയി കഴിഞ്ഞാൽ ഇവിടെ 5 ഉണ്ട്, into 11 ഉണ്ട്. ഇവിടെ 7 പോയി കഴിഞ്ഞാൽ പിന്നെ 1 ഉണ്ട്. 7 into 55 plus 1 56. അപ്പോൾ നമുക്ക് 7 into 56 കിട്ടും. നമുക്കറിയാം 7 പ്രൈം നമ്പർ ആണ്. 56നകത്ത് ഫാക്ടേഴ്സ് ഉണ്ട്, അത് കോമ്പോസ് നമ്പറാണ്. നമ്മൾ അതിനെ ഫാക്ടറൈസ് ചെയ്യും. 56നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും, അപ്പം 28 കിട്ടും. വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും, 14 കിട്ടും. വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും, 7 കിട്ടും. അപ്പം നമ്മൾ 7 into 56നെ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 2 3 വട്ടം വരും. അപ്പം 2 raised to 3 ആവും, ഇൻറ്റു 7. അപ്പോൾ രണ്ട് 7 ഉണ്ട്, 7 സ്ക്വയറും ആവും, 2 raised to 3 ആവും. 5 into 7 into 11 plus 7 equal to 7 square into 2 raised to 3. 7 എന്ന് പറയുന്ന നമ്പറും പ്രൈം നമ്പറാണ്, 2 എന്ന് പറയുന്ന നമ്പറും പ്രൈം നമ്പറാണ്. By fundamental theorem of arithmetic, every composite number can be expressed as a product of prime എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. Therefore 5 into 7 into 11 plus 7 is a composite number നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഈ നമ്പറിനെ കോമ്പോസ് നമ്പർ എന്ന് പറയണമെങ്കിൽ ഈ നമ്പറിനെ പ്രോഡക്റ്റ് ഓഫ് പ്രൈം നമ്പർ ആയിട്ട് റെപ്രസെന്റ് ചെയ്യണം. ബൈ ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്മെറ്റിക് എവരി കോമ്പോസിറ്റ് നമ്പർ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് പ്രോഡക്റ്റ് ഓഫ് പ്രൈം നമ്പർ. നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ യൂസിംഗ് പ്രൈം ഫാക്ടറൈസേഷൻ ഫൈൻഡ് HCF ആൻഡ് LCM ഓഫ് 168 ആൻഡ് 448. രണ്ട് നമ്പർ തന്നിട്ടുണ്ട്,
HCF LCM പ്രൈം ഫാക്ടറൈസേഷൻ അപ്ലൈ ചെയ്ത് ചെയ്യാം. ആദ്യത്തെ നമ്പർ 168, രണ്ടാമത്തെ നമ്പർ 448. ഈ രണ്ട് നമ്പറിനെ നമ്മൾ ഫാക്ടറൈസ് ചെയ്യണം, പ്രൈം ഫാക്ടറൈസേഷൻ. അപ്പോൾ നമ്മൾ ആദ്യം 168 എടുക്കും. അടുത്ത നമ്പർ ഈവൻ നമ്പർ ആയതുകൊണ്ട് നമ്മൾ ആദ്യത്തെ ഈവൻ പ്രൈം നമ്പർ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യും. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 8 2s are 16, 4 2s are 8. വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 4 2s are 8, 2 2s are 4. വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 2 2s are 4, 1 2s are 2. വീണ്ടും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 3 7s are 21. അപ്പോൾ നമ്മൾ 168 എഴുതുമ്പോൾ 2 into 2 into 2 into 3 into 7. 448. രണ്ടാമത്തെ നമ്പറിനെ നമ്മൾ ഫാക്ടറൈസ് ചെയ്യും. 448 അതും ഈവൻ നമ്പർ ആയതുകൊണ്ട് നമ്മൾ 2 കൊണ്ട് സ്റ്റാർട്ട് ചെയ്യും. 2 2s are 4, 2 2s are 4, 4 2s are 8. വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 1 2s are 2, 1 2s are 2, 2 2s are 4. വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 5 2s are 10. 11 10 പോയിട്ട് ഒരു 1 ഇവിടെ വരും. അപ്പോൾ 12 ആവും. അപ്പോൾ 6 2s are 12. 2 28. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 14 കിട്ടും. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 7 കിട്ടും. അപ്പോൾ നമ്മൾ 2 into 2 into 2 into 2 1 2 3 4 5 6 1 2 3 4 5 6 7. നമ്മൾ രണ്ട് നമ്പറും ഫാക്ടറൈസേഷൻ കഴിഞ്ഞു. ഫസ്റ്റ് നമ്പർ 168 ഫാക്ടറൈസ് ചെയ്തപ്പം 2 3 വട്ടമുണ്ട്. അപ്പോൾ ഇത് 2⁻3 ആവും. പിന്നെ ഒരു 3 ഉണ്ട്, ഒരു 7 ഉണ്ട്. അത് ഫസ്റ്റ് ഇക്വേഷൻ ആയിട്ട് ചൂസ് ചെയ്യും. സെക്കൻഡ് 448 ഉണ്ട്. അത് ഫാക്ടറൈസ് ചെയ്തപ്പോൾ 2 6 വട്ടമുണ്ട്. അപ്പോൾ ഇത് 2⁻6 എന്ന് എഴുതും. പിന്നെ ഒരു 7. ആദ്യം നമ്മൾ HCF ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. HCF ഫൈൻഡ് ചെയ്യുമ്പോൾ ഡെഫിനിഷൻ അനുസരിച്ച് പ്രോഡക്റ്റ് ഓഫ് സ്മോളസ്റ്റ് പവർ ഓഫ് പ്രൈം ഫാക്ടർ, കോമൺ പ്രൈം ഫാക്ടർ, സ്മോളസ്റ്റ് കോമൺ പ്രൈം ഫാക്ടർ. ആദ്യം നമ്മൾ രണ്ട് ടേമിലെയും കോമൺ നമ്പർ എടുക്കും. 7 7. ഇവിടെയും 7 ഒരു വട്ടേ ഉള്ളൂ, ഇവിടെയും 7 ഒരു വട്ടേ ഉള്ളൂ. അപ്പോൾ സ്മോളസ്റ്റ് പവർ 7 1 തന്നെ. അപ്പോൾ 7 തന്നെ എഴുതും. രണ്ടാമത് രണ്ട് കോമൺ നമ്പർ ഉണ്ട്, 2. ഇവിടെ 2⁻3 ഉണ്ട്, 2⁻6 ഉണ്ട്. ഈ രണ്ട് പവറിനകത്ത് ഏറ്റവും ചെറിയ പവർ എന്ന് പറയുന്നത് 2⁻3 ആണ്. അപ്പം നമ്മളിവിടെ 7 into 2⁻3 എടുക്കും. Therefore HCF equal to 7 into 8 56 കിട്ടും. നമ്മൾ HCF ഫൈൻഡ് ചെയ്ത് ഇനി നമ്മൾ LCM കൂടെ ഫൈൻഡ് ചെയ്യും. LCMന്റെ ഡെഫിനിഷൻ അനുസരിച്ച് പ്രോഡക്റ്റ് ഓഫ് ഗ്രേറ്റസ്റ്റ് പവർ ഓഫ് ഈച്ച് പ്രൈം ഫാക്ടർ ഇൻവോൾവ് ഇൻ ദ നമ്പർ. തന്നിരിക്കുന്ന നമ്പറിനകത്തുള്ള എല്ലാ പ്രൈം നമ്പറിന്റെ പ്രോഡക്റ്റും വേണം, അതിന്റെ എല്ലാ ഹയസ്റ്റ് പവർ. നമ്മുടെ പ്രൈം നമ്പർ ആയിട്ട് 2 ഉണ്ട്, 3 ഉണ്ട്, 7 ഉണ്ട്. 2ന്റെ ഹയസ്റ്റ് പവർ രണ്ടിനകത്തും ഏറ്റവും വലിയ പവർ 2⁻6 ആണ്. അപ്പം നമ്മുടെ 2⁻6 എടുക്കും. ഇനി 7 ഉണ്ട്, രണ്ടും കോമൺ ആയിട്ട് ഒറ്റ 7 ഉണ്ട്, ഒരു 7. എല്ലാ പ്രൈം നമ്പറും പ്രോഡക്റ്റിനകത്ത് ഇൻവോൾവ് ആയിരിക്കണം. 2 ഉണ്ട്, 7 ഉണ്ട്, 3 ഉണ്ട്, അത് വിഭജിക്കും. അപ്പം നമുക്ക് 2⁻6 എന്ന് പറയുന്നത് 64 ആണ്. 64 into 7 into 3 21. 64നെ നമ്മൾ 21 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. 1 4s are 4, 1 6 are 6, 2 4s are 8, 2 6 are 12. 4 6 plus 8 14 കിട്ടും. പോയിട്ട് ഒരു 1 കിട്ടും. 1 plus 2 3 കിട്ടും. 1 3 4 4. നമ്മൾ LCM കിട്ടി 1 3 4 4. LCM കിട്ടി, HCF ഫൈൻഡ് ചെയ്യും.